കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇനിയും നടക്കുന്നേ. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിനെ മാത്രം മാറ്റിയത് കൊണ്ട് പിന്നെ എന്താണ് ശബരിമലയിലെ VIP ദർശനങ്ങൾ മുഴുവൻ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും നടക്കും, ഇന്നലെയും നടന്നിട്ടുണ്ടാവും, നാളെയും നടക്കും, മറ്റന്നാളും നടക്കും. കാരണം അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ ക്യൂ നിൽക്കുന്നവരെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. അത് ഒരു കാലത്താൽ പോലീസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ ചെയ്യും. അത് എല്ലാ കാലത്തും ഉണ്ട്, അത് ഇനിയും നടക്കും. നാളെ മുതൽ സ്വപ്നം അത് വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന ഒരാളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പം അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ശബരിയിൽ വെക്കാൻ പറ്റിയ വാതിൽ അതിനുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജിക്കുകയാണ്. കാരണം നമ്മൾ കൊടിമര ജാഥ നടത്തുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പോയി ജാഥ പൂജിച്ച് കൊണ്ടിരുന്നത് പോലെ, ഈ കൊടിമരം കൊണ്ടിരുന്നത് പോലെ ഈ ക്ഷേത്രത അങ്ങനെ ഒരു വാതിൽ ഇത് ശബരിമലയ്ക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു വാതിലുമില്ല. പക്ഷേ എന്താണ്, അങ്ങനെ ഒരു വാതിൽ അവിടെ കൊണ്ടു. അപ്പോൾ അത് വിശ്വസിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ അവിടെ വരുന്ന സമയത്ത് ശബരിമല ദർശനത്തെ അനുബന്ധിക്കുന്നതും ഈ പടിപൂജയ്ക്ക് വേണ്ട സംവിധാനം നടത്തുന്നതും ഈ പറഞ്ഞ അന്നദാനത്തിന് വേണ്ട സമയം ഒക്കെ പോറ്റിയാണ്. അപ്പോൾ അയാൾ വിചാരിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കും. കാരണം അത്ര പ്രബലനാണ്, അദ്ദേഹത്തെ പിടിപാടുള്ള ആളാണ് അവിടെ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യത്തിൽ പാളിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.